കുട്ടിക്കുറുമ്പന്മാരെ, ഇന്ന് നമുക്ക് ആമയുടെയും മുയലിന്റെയും കഥ കേട്ടാലോ? പണ്ടൊരു കാട്ടിൽ ഒരു അഹങ്കാരിയായ മുയലുണ്ടായിരുന്നു. അവന്റെ പേരാണ് ടിപ്പു. ഒരു ദിവസം ടിപ്പു മുയൽ കുട്ടുആമയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഈ കാട്ടിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാണ് ഞാൻ. എന്നോടൊപ്പം ഒരു ഓട്ടമത്സരത്തിന് നീയുണ്ടോ? അപ്പോൾ പാവം കുട്ടുആമ പറഞ്ഞു, ഞാൻ വലിയ ഓട്ടക്കാരനൊന്നുമല്ല, എങ്കിലും നമുക്കൊന്ന് മത്സരിക്കാം. അത് കേട്ട് ടിപ്പുമുയൽ പൊട്ടിച്ചിരിച്ചു. ഹ ഹ ഹ ഹ, നിന്നെ ഞാൻ നിഷ്പ്രയാസം തോൽപ്പിക്കും. അങ്ങനെ ഓട്ടമത്സരത്തിന്റെ ദിവസം വന്നെത്തി. കാട്ടിലെ മൃഗങ്ങളെല്ലാവരും ഓട്ടമത്സരം കാണാൻ തടിച്ചുകൂടി. റെഡി, 1 2 3, കുരങ്ങൻ ഉറക്കെ പറഞ്ഞു. അത് കേട്ടതും ടിപ്പുമുയൽ ഒറ്റയോട്ടം. പാവം കുട്ടുആമ പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ടിപ്പുമുയൽ തിരിഞ്ഞു നോക്കി. കുട്ടുആമയുടെ പൊടി പോലും കാണാനില്ല. നല്ല ക്ഷീണം. കുട്ടുആമ ഇപ്പോഴൊന്നും ഇവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. കുറച്ചു വിശ്രമിച്ചതിന് ശേഷമാകാം ബാക്കി ദൂരം ഓടുന്നത്. ഇങ്ങനെ ചിന്തിച്ച് ടിപ്പുമുയൽ ഒരു മരത്തണലിലിരുന്നു. ഓട്ടത്തിന്റെ ക്ഷീണത്തിൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുട്ടുആമ പതുക്കെ പതുക്കെ നടന്നവിടെ എത്തി. ടിപ്പുമുയൽ ഉറങ്ങുന്നത് ആമ കണ്ടു. കുട്ടുആമ ഒന്നും മിണ്ടാതെ പതുക്കെ പതുക്കെ നടന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ടിപ്പുമുയൽ ഞെട്ടി ഉണർന്നു. തിരിഞ്ഞു നോക്കി. ആമയെ എങ്ങും കാണാനില്ല. ഹ ഹ ഹാ, ആ മണ്ടച്ചാർ ഇനിയും എത്തിയിട്ടില്ല എന്ന് ചിന്തിച്ച് ടിപ്പുമുയൽ ഒറ്റയോട്ടം. ഫിനിഷിംഗ് പോയിന്റിലെത്തിയ ടിപ്പുമുയൽ കണ്ട കാഴ്ച എന്താണ്? ട്രോഫിയും പിടിച്ചു നിൽക്കുന്ന കുട്ടുആമ. ടിപ്പുമുയൽ നാണിച്ച് തല താഴ്ത്തി അവിടെ നിന്നും പോയി. ഈ കഥയുടെ ഗുണപാഠം എന്താണ് കുട്ടികളെ? അമിതമായ ആത്മവിശ്വാസം ആപത്ത്.